ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഡുക്കാട്ടിയിലാണ്. ഡുക്കാട്ടി സ്ക്രാംബ്ലറിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഒരു ഫാൻ ബോയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ. ബിക്കോസ് ഡുക്കാട്ടി എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് എന്താ പറയുക ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കാൻ കിട്ടിയെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഒരു സ്ക്രാംബ്ലർ കിട്ടിയത്. ഞാൻ കുറച്ച് ദൂരം ഓടിച്ചത് ആ ഒരു ഓടിച്ച ഐഡിയയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ കാര്യത്തിലേക്ക് വരാം. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി വാക്ക് അറൗണ്ട്. നമുക്കൊരു റൈഡ് റിവ്യൂ ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ ഓടിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാക്ക് അറൗണ്ടിൽ തന്നെ ഞാൻ ഷെയർ ചെയ്യാം. സോ ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബിഗിനർ മോഡലായിട്ട് വേണം കണക്കാക്കാൻ. അതായത് ഇതിൻ്റെ മുകളിൽ വേറൊരു മൂത്താപ്പയും കൂടി വരുന്നുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 803 cc പെടുന്നൊരു മോഡലാണ്. ആൻഡ് ഇതൊരു 3 ടൈപ്പിലാണ് വരുന്നത്. അതായത് ഐക്കൺ എന്ന് പറഞ്ഞൊരു മോഡലിൽ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ഫുൾ ത്രോട്ടിൽ എന്ന് പറഞ്ഞൊരു മോഡലിൽ വരുന്നുണ്ട്, ആൻഡ് ദെൻ മറ്റൊരെണ്ണം നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായൊരു എന്താ പറയുക യുണീക്ക് കളർ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫുൾ ത്രോട്ടിലാണ്. ഫുൾ ത്രോട്ടിൻ്റെ ഈ ഒരു കളർ സ്കീം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ഒരു സ്കീമിലൊക്കെയാണ് വരുന്നത്. പിന്നെ മറ്റൊരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്കിൽ നോക്കുമ്പോൾ അവിടെ സെൻറ്ററിലായിട്ടൊരു മഡ് ഫ്ലാപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡലിൽ വരില്ല. ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാസ് കുറച്ചുകൂടി വൈഡർ ആയിരിക്കും, അതുപോലെ ഇത്തിരി ഒരു ഷോർട്ടർ ആയിരിക്കും. മറ്റേതിൽ കുറച്ചുകൂടി വൈഡർ മറ്റുമാണ്. ആൻഡ് ആ മോഡലൊക്കെ നമുക്ക് അകത്തിരിക്കുന്നുണ്ട്. നമുക്ക് സമയം പോലെ നമുക്ക് അതിൻ്റെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഇതിൻ്റെ എൻജിനെ പറ്റി പറയാം. അതായത് ഡുക്കാട്ടിയുടെ ഏറ്റവും എന്താ പറയുക ഐക്കണിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിൻസാണ്. അതായത് ഒരു L2 എൻജിൻ എന്ന് വേണം പറയാം. കാരണം ഈ ഒരു എൻജിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. കണ്ട ഈ ഒരു L ഡിസൈനിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ L2 എന്ന് പറയാൻ കാരണം. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻലൈൻ എൻജിൻസ് വരുന്നുണ്ട്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന സിലിണ്ടേഴ്സ് എല്ലാം തന്നെ ഒരൊറ്റ ലൈനായിരിക്കും. 4 സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 4 സിലിണ്ടേഴ്സും ഒറ്റ ലൈനിലായിരിക്കും വരിക. പിന്നെ വരുന്നതൊക്കെ ഒരു V2 വരുന്നുണ്ട്. V2 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ എൻജിൻ വരിക. ഇതെന്ന് പറയുന്നത് L2 അപ്പോൾ നമുക്ക് ആ ഒരു L ഷേപ്പിലായിരിക്കും ഇതിൻ്റെ വരുന്നത്. അതാണ് ഈ കാണുന്നത്. വേറെ ബ്രാൻഡ്സ് ഈ ഒരു L2 ഇറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്താണ് എനിക്ക് തോന്നുന്നത് L2 ഉള്ളത്. ഈ ഒരു ഡുക്കാട്ടി വണ്ടികളിൽ മാത്രമാണ് അധികം കണ്ടിട്ടുള്ളത് ഞാൻ. വേറെ ബ്രാൻഡ്സിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയും എന്നാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു എൻജിൻ ടൈപ്പും കൂടി വരുന്നുണ്ട്, ബോക്സർ എൻജിൻ കൂടി വരുന്നുണ്ട്. അതായത് നമുക്കൊരു സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്ക് 2 സൈഡിലേക്കായിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു എൻജിൻ്റെ ആ ഒരു സിലിണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു L2 എൻജിനിലേക്ക് തന്നെ വരാം. ഈ ഒരു എൻജിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ നേച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ടോർക്കി നേച്ചറുണ്ട്, അതേപോലെ തന്നെ പവറുണ്ട്. എന്നാൽ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതിക്ക് ആ ഒരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അങ്ങോട്ട് അറിയാം. അതായത് ആ ഒരു ത്രില്ല് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൈയോട്ട് കൊടുക്കുമ്പോഴാണ്. നമ്മൾ വെറുതെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സാധാരണ ഒരു പവർ കൂടിയ വണ്ടിയിൽ ഒഴുകി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നേരെ ഒഴിച്ച് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ആ ഒരു ശരിക്കും നമുക്ക് കിട്ടും. അതായത് ബേസിക്കലി ഈ വണ്ടി നമ്മൾ എടുക്കുന്നത് മൊത്തത്തിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് ഓടിച്ച് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാർക്ക് പറ്റിയൊരു കിട്ടിലം വണ്ടിയാണ് ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. ഇതിന് മേലെ ഒരു മോഡൽ വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 1100 cc കൂടിയിട്ടുള്ളൊരു എൻജിൻ ഉള്ളൊരു സ്ക്രാംബ്ലറും കൂടി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയൊരു മോഡൽ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഡിസൈൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ മൊത്തത്തിലൊരു LED ഹെഡ് ലാമ്പ്സാണ് വരുന്നത്. ഒരു X ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു DRLൻ്റെ സംഭവം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ ആ ഒരു ഇത് ഓൺ ചെയ്ത് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഈ ഒരു കാണുന്നതാണ് ഇനീഷ്യലായിട്ടുള്ള ആ ഒരു ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്, ആ ഒരു റൗണ്ട് DRL. ഇനി അതേ സംഭവം തന്നെ നമുക്കിവിടെ ഇത് ചേഞ്ച് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മോഡിലേക്ക് മാറ്റാൻ പറ്റും. ഒരു കയ്യിലേ ആവും. അതെ തന്നെ കണ്ട, നമുക്ക് അതിൻ്റെ ഇത് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓണാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ആ ഒരു ലൈറ്റിൻ്റെ ഇതും വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ കാണുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ്. എനിക്ക് ആക്ച്വലി ഇതൊരു ഭയങ്കര യുണീക്കായിട്ട് തോന്നി. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ബൾക്കിയൊന്നുമല്ല, ഭയങ്കര ഒതുങ്ങിയിരിക്കുന്നൊരു ഇൻഡിക്കേറ്റേഴ്സായിട്ടാണ് തോന്നിയത്. ആൻഡ് നമുക്ക് സസ്പെൻഷൻ ഹയാബയുടെ 41mm സസ്പെൻഷൻസാണ് നമുക്ക് വരുന്നത്. എനിക്ക് ഈ സസ്പെൻഷൻ്റെ എന്താ പറയുക ഉദ്യോജനകമായ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം ഈ ഒരു റോഡിലാണ് ഞാൻ ഓടിച്ചത്. പ്രത്യേകിച്ച് കുണ്ടും കുഴിയും കാര്യമായിട്ടൊന്നും കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ബമ്പേരിയ എത്തിയപ്പോൾ ഒരു ചാട്ടം കിട്ടി, ചെറുതായിട്ട്
സ്റ്റിഫ്നെസ് പോലെ എനിക്ക് തോന്നി. സ്റ്റിഫ്നെസ് സ്വാഭാവികമായി ഈ ഒരു മോഡലുകൾക്കൊക്കെ ഉണ്ടാവും. സോ എനിക്ക് കാര്യമായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഓടിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊരു കോർണർ പോലെയൊക്കെ ഒന്ന് നല്ല ഹൈ സ്പീഡിൽ നമുക്ക് കോർണർ പോലെയൊക്കെ ചെയ്തു വരുമ്പോൾ ഒന്നും നമുക്കൊരു തരത്തിലുള്ളൊരു എന്താ പറയുക പേടിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് നല്ല ഒരു കോൺഫിഡൻസോടെ നമുക്ക് എടുക്കാനായിട്ട് ഈ ഒരു സസ്പെൻഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള. ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു കുഞ്ഞ് മഡ് ഗാർഡ്. ഇത് കുഞ്ഞതാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് ഡുക്കാട്ടിയിൽ നിന്ന് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ കുറവൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും ഇവർ ചെയ്യുന്നത്. പെയിൻറ്റ് സ്കീം കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയുള്ളൊരു പെയിൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എൻജിൻ പാർട്ട് നോക്കിയാലും ഗ്യാപ്പൊന്നും തന്നെ ഞാൻ എവിടെയും കാണുന്നില്ല. അതായത് ആ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത്. എവിടെയും ഗ്യാപ്പോ കാര്യങ്ങളോ ഒരു വലിയ ഫ്രെയിം ചാടിയിരിക്കുന്നതായിട്ടോ ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ടയേഴ്സ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ പർപ്പസ് പോലത്തുള്ള ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ ഐ തിങ്ക് 110 സെഗ്മെൻറ്റാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു 180 സെഗ്മെൻറ്റ് ടയേഴ്സാണ്. ഞാൻ സത്യം പറയാല്ലേ, ഇത്രയും വലിയ ടയറിലൊരു വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഇത്രയുണ്ട്, ഇതിൻ്റെ ഇത്രയൊക്കെ എൻ്റെ വണ്ടിയുടെ ടയർ വരുള്ളൂ. അതിൻ്റെ ഡബിൾ സൈസാണ് വരുന്നത്. കണ്ടോ, ആ കാണുന്നതാണ് എൻ്റെ വണ്ടി. അതിൻ്റെ ടയർ ഇതിൻ്റെ ടയർ നോക്കിയാൽ അറിയാൻ പറ്റും. ഭയങ്കര വലിപ്പമാണ്. 220 ടയറൊക്കെ ഇത് ഇത്രയും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നല്ല വലിയൊരു ടയേഴ്സാണ് വരുന്നത്. ഞാൻ നമുക്ക് ഇവിടെയായിട്ട് ഒരു ടയർ ഹഗറും കൂടിയും വരുന്നുണ്ട്. ഇത് മെറ്റലാണ് കേട്ടോ, നല്ല സോളിഡ് സാധനം. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടയർ ഹഗർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എക്സോസ്റ്റ് കാണാം. ടെർമിഗ്നോണി എന്നൊരു ബ്രാൻഡിൻ്റെ, ഞാൻ ആ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്നറിയില്ല, അത്തരം ഒരു നെയിമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ടെർമിഗ്നോണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എക്സോസ്റ്റാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ വരുന്നത്. അത്യാവശ്യം നല്ല രസമുള്ളൊരു സൗണ്ട് തന്നെയാണ്. ആൻഡ് മോർ ഓവർ സൗണ്ട് അധികവും എനിക്ക് കൂടുതലും കിട്ടിയത് നോക്കാം ആ ഒരു എൻജിൻ്റെ ഏരിയ തന്നെയാണ്. അത്രയും വലിയൊരു എൻജിൻ ഇരിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് എനിക്ക് ആ സൗണ്ട് ആ ഒരു ഗ്രണ്ടും കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് ആ ഒരു പോർഷനിൽ നിന്നാണ് വന്നത്, ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതിൽ കൂടുതൽ. എന്നാൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് സൗണ്ട് വരുന്നതെന്ന് അറിയാമല്ലോ, എക്സോസ്റ്റിൽ നിന്നാണോ എഞ്ചിനിൽ നിന്നാണോ എന്നുള്ളത്. അതായത് നമ്മൾ ആ വണ്ടി കയറി ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ഫൺ ബേസിസിലായിരിക്കും നമ്മളിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഇട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു 62 എന്നുള്ള ഡിസൈൻ കാണാം. ഇത് ഇത്തിരി ഇളക്കമുണ്ട്, പക്ഷേ ഞാൻ ഈ പിടിച്ചിറക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇളക്കം, അതർവൈസ് അവിടെ ഇളക്കവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ പോർഷൻ കാണാം. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാം. അതേപോലെ തന്നെ ഹൈറ്റോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. ബാക്കിൽ ഗ്രാബ് റെയിലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ അതും പ്രതീക്ഷിച്ചായിരുന്നു തന്നെ തപ്പി കിടക്കണ്ട, ഇവിടെയുള്ള ഫ്രെയിമിൽ തന്നെ പിടിച്ചിരിക്കേണ്ടി വരും. ആൻഡ് ഈ ഒരു വണ്ടി അധികവും എന്താ പറയുക ഒരു സോളോ റൈഡ് എന്നുള്ള രീതിക്ക് പറ്റിയൊരു ബൈക്കാണ്. ഞാൻ പുറകിൽ ആളിരുത്തി പോകാനൊക്കെ പറ്റായൊന്നുമില്ല, പക്ഷെ ഇവിടെ സേഫ്റ്റി പോലെ ഒന്നും തന്നെ വരുന്നില്ല. ഇനി വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ 170 kg ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് കണ്ടു, ഇത് രസമായിട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 5.8 5.9 ആ ഒരു റേഞ്ചാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല അസലായിട്ട് തന്നെ ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലും, അതായത് ഒരു 5.5 ബിലോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഈസിലി ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റാൻ ചാൻസ് അധികവും. പിന്നെ ആകെ എനിക്കൊരു പ്രശ്നം തോന്നിയത് ഈ ഒരു പോർഷനിൽ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു ഇത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കാല് ഇങ്ങനെ തട്ടിയിരിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഷീൽഡ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വയ്ക്കാം. പക്ഷേ ഓടിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ കുറച്ച് ദൂരം ഓടിച്ചുള്ളെങ്കിൽ എനിക്ക് ഈ ഭാഗത്ത് ഹീറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ലപോലെ ഹീറ്റ് കിട്ടുന്നൊരു എഞ്ചിനാണ് ഇതെന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരം എഞ്ചിൻസിൽ നിന്ന് തന്നെ നമുക്ക് ഹീറ്റ് കിട്ടുക. അതിനകത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയിൽ ഹീറ്റിംഗ് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കംപ്ലയിൻ്റ് എന്നുള്ള സാധനം കൊണ്ട് ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് സ്വിച്ച് ഗിയേഴ്സിലേക്ക് കിടക്കുമ്പോൾ തന്നെ മിറേഴ്സ് അത്യാവശ്യം നല്ലൊരു മിറേഴ്സാണ്. കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണമെന്ന് മാത്രം. ഞാൻ ഓടിക്കുമ്പോൾ അത്രയും പ്രിസൈസ് ആയിരുന്നില്ല, കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ എനിക്ക് അധികം അങ്ങോട്ട് കിട്ടണ്ടായിരുന്നില്ല. അതായത് നമ്മളുടെ ആ ഒരു വിസിബിലിറ്റിക്ക് അനുസരിച്ച് എനിക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത്തിരി ടൈറ്റായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ രീതിക്കാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു സ്വിച്ച് ഗിയേഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ലിവേഴ്സൊക്കെ തന്നെ അഡ്ജസ്റ്റബിളാണ്. ഈ ഒരു ലെവലും ആവട്ടെ ഇപ്പുറത്തെ ആവട്ടെ നമുക്ക് അഡ്ജസ്റ്റബിളാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കാര്യമാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് തന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ വരുന്നത്. ആൻഡ് സ്വിച്ച് ഗിയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് പാസിലായിട്ടുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ട്
നമ്മുടെ ബ്രൈറ്റിലും ഡിമ്മിലും ഇടാനുള്ള സ്വിച്ച്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ മീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മോഡ്സ് ചേഞ്ച് ചെയ്യാനും ഇത് ഹോൺ. ഓക്കെ, ഇനി ഈ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇഗ്നിഷൻ്റെ സ്വിച്ച് ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ എൻജിൻ കില്ലും എല്ലാം തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ നേരത്തെ കാണിച്ചതല്ല, നമുക്ക് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇതൊന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോഷൻ ലാമ്പാണ്. ഇത് ഇത്തിരി ഹാർഡായിട്ട് എനിക്ക് തോന്നി, അതായത് ഇടാൻ കുഴപ്പമില്ല, ഓഫ് ചെയ്യാനായിട്ട് ഇത്തിരി ഹാർഡായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സ്ക്രാംബ്ലറിൻ്റെ ബാഡ്ജിങ് കാണാം. ആൻഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മീറ്ററാണ്, പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മീറ്ററാണ്. അതായത് വിസിബിലിറ്റി കാര്യങ്ങളിൽ നല്ല അസൽ യൂസ്ഫുള്ളാണ്. ആൻഡ് ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാട്ടോ, അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് അതിൻ്റെ ആ ഒരു ഗിയർ പൊസിഷൻ്റെ വരുന്നത്. നമുക്ക് ഇവിടെ ആ ചേഞ്ചും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയായിട്ട് വരും. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ വരുന്നത്. ഇതൊരു RPM മീറ്ററാണ്. ഇവിടെ ടൈം വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഓടോ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഇപ്പോൾ ബ്രൈറ്റ് കാര്യങ്ങൾ, ഫ്യൂവലിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് മെനു കാര്യങ്ങളിലേക്ക് പോവാം. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർവീസ് വരുന്നുണ്ട്, ഇൻഫോർമേഷൻസ്, യൂണിറ്റ്സ്, അതായത് ഈ ഒരു മോഡ് തന്നെയാണ് നമ്മുടെ സെലക്ടറുമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് യൂണിറ്റ്സ് പോയി കഴിഞ്ഞാൽ സ്പീഡ്, ടെമ്പറേച്ചർ, എത്രയാണ് നമ്മളുടെ കൺസപ്ഷൻ, ഫ്യൂവൽ കൺസപ്ഷൻ. ഇങ്ങനെയുള്ള വണ്ടികൾ നോക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറവായിരിക്കുള്ളൂ. ഇത്തരം വണ്ടികളെല്ലാം തന്നെ ബേസിക്കലി നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ ഹയർ CCയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൺസപ്ഷൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് മൈൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നെഞ്ചെരുപ്പ് കൂടെയുള്ളൂ. നമുക്കിനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ട്യൂൺ സിഗ്നൽ, അതായത് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് നമ്മുടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് അത് ഓഫാണ്. നമുക്കത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ വളച്ച് കഴിഞ്ഞ് നിവർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആവുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ടേൺ സിഗ്നൽസ് എന്ന് പറയുന്നത്. ട്യൂണൊന്നായിപ്പോയി, ടേൺ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്നും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേറ്റ് ആൻഡ് ടൈം, പിൻ കോഡ്, ഡിസ്പ്ലേ, DRലും നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ട് നമ്മുടെ ഡിസ്പ്ലേയുടെ സെറ്റപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. തീം നമുക്ക് സെറ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ് എന്തോരം വേണം സെറ്റ് ചെയ്യാം, ഫോക്കസ് മോഡ്. ഇനി ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, മുന്നത്തേൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ടായില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഇതിൻ്റെ പ്രീവിയസ് മോഡലിൽ ശേഷം ഇതിനകത്തേക്ക് അതൊക്കെ ആഡ് ചെയ്താണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അത്യാവശ്യം എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ മോഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് റോഡ് മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ജസ്റ്റ് എ മിനിറ്റ്, എക്സിറ്റ്, നമുക്ക് റോഡ് മോഡ് വരുന്നുണ്ട്. പിന്നെ സ്പോർട്സ് മോഡാണ്. അതെന്ന് പറയുന്നത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. സ്പോർട്സ് മോഡിൽ നമുക്ക് ഏത് ഇതിനകത്തേക്ക് ഇടണം എന്നുള്ളതിൻ്റെ വരുന്നുണ്ട്. പിന്നെ റോഡ് മോഡിൽ എങ്ങനെ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ ആകെ 2 മോഡാണ് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 73 ഹോഴ്സ് പവർ ആണ് ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏകദേശം 48 Nm ടോർക്ക് മറ്റുമാണ് ഇതിൻ്റെ എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത്. എക്സാക്ട് ഫിഗേഴ്സ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു എൻജിനാണ്. അതായത് നമ്മളിരിക്കുമ്പോൾ ഇവിടെയായിട്ടാണ് എൻ്റെ കാല് വരുന്നത്. സോ നമ്മൾ ഇത്തിരി കൂടി ഒന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഫുള്ളി ഒരു വൈഡായിട്ടുള്ളൊരു പൊസിഷനിങ് ആണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വീശി എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു ഫൺ ഫീൽ കിട്ടും. അതായത് ഒരു 170 kg വരുന്നുള്ളൂ. ആൻഡ് വണ്ടിക്ക് അങ്ങനെ ഒരു ബൾക്കി ക്യാരക്ടറും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് സിറ്റിയിലൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഈസിയാണ്. ആൻഡ് ഇത് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സിറ്റി ആവട്ടെ, ഹൈവേ ആവട്ടെ, എല്ലാത്തിലും ഒരേ രീതിയിലൊരു മൾട്ടി ടാലൻ്റ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയായിട്ടാണ് ഈ ഒരു സ്ക്രാംബ്ലറിനെ കാണുന്നത്. കൊച്ചു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്സ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്സാണ്. ഫ്രണ്ടിൽ വരുന്ന ഏകദേശം 330 mm ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. അതും 4 piston കാലിപ്പേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുമ്പോൾ ഐ തിങ്ക് 230-240 mm ഡിസ്ക് ബ്രേക്സാണ് ഇവിടെ വരുന്നത്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിയെ പറ്റിയുള്ളത്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിലുള്ളൊരു വീഡിയോ ആണ്. കുറേ ആഗ്രഹിച്ച് നടന്ന വണ്ടികളിലൊന്നാണ് ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ സൗണ്ട് കൂടി കേൾപ്പിച്ചിട്ട് നോക്കി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വണ്ടി ഓൺ ചെയ്യുന്നു. ഇത് മൊത്തം ഡിസ്പ്ലേ കാണിച്ചു തരാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്.
അതായത് എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ വരുമ്പോഴേക്കും. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ കൂടുതലും വണ്ടികളുടെ വീഡിയോസൊക്കെ വരാൻ പ്രതീക്ഷയോടെ. ഐ ആം ജെ ആൻഡ് ഐ വിൽ കാച്ച് യു നെക്സ്റ്റ് വൺ. ബൈ ബൈ.